നീ ഇങ്ങനെ വെരികിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ടെൻഷൻ അടിച്ചാ എന്തെങ്കിലും കാര്യത്തിന് പരിഹാരം ഉണ്ടാവുമോ? വക്കീലെ, ഒന്നാമത് ഞാൻ കിളി പോയി നിൽക്കുക. അതിനിടെ കയറി ഇമാതിരി ഓഞ്ഞ ഡയലോഗ് കൂടി അടിക്കരുത്, പറഞ്ഞേക്കാം. എടാ, വന്ന് രണ്ടെണ്ണം അടിച്ചിട്ട് ആലോചിക്കടാ മോനെ. ഏത് പ്രശ്നത്തിന് പരിഹാരം കിട്ടും? എന്റെ മനുഷ്യ, എന്റെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്ക്. എന്റെ നെഞ്ചത്തിപ്പോ ഒരു മുട്ട എടുത്ത് വെച്ചാൽ പുഴുങ്ങുന്ന അവസ്ഥയാ. അപ്പനെ അമ്മയെന്നാണ് ഞാൻ എങ്ങനെ പഞ്ചരത്വത്തിൽ കൊണ്ടുപോകും? എടാ, ഈ വിഷയം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കിയത് നീ ഒറ്റ ഒരുത്തനാ. അനഘയും അവളുടെ വീട്ടുകാരും നിന്റെ അച്ഛനമ്മമാരെ കുറിച്ച് സംസാരിച്ചപ്പോ തന്നെ അവരൊക്കെ നിന്റെ കുഞ്ഞുനാളിലെ തന്നെ മരിച്ചുപോയതാണെന്നോ മറ്റോ നിനക്ക് അപ്പൊ പറഞ്ഞ പോരായിരുന്നോ? രാമായണം മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ട് രാമൻ സീതയുടെ ആരാണെന്ന് ചോദിക്കരുത് വക്കീലെ. എന്റെ പ്രശ്നങ്ങൾ മുഴുവൻ അറിയാവുന്ന നിങ്ങൾ തന്നെ ഇങ്ങനെ പറയരുത്. ഞാൻ അനക്കെ പ്രേമിച്ചു തുടങ്ങിയ കാലം മുതൽ മമ്മി ഡാഡി സ്റ്റേറ്റ്സിലാണെന്ന് ബിൽഡപ്പാണ് കൊടുത്തത്. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും അവളുടെ സ്നേഹം പിടിച്ചു പറ്റണമായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് അവളെ. ഇപ്പോഴും അവളില്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അവളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി പറഞ്ഞതാണെങ്കിൽ പോലും ഇനി അത് മാറ്റി പറഞ്ഞ ഞാൻ അവളുടെ മുന്നിൽ കള്ളനാവും. നീ ഒന്ന് സെല്ലി അടിച്ച് കരഞ്ഞു കാണിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സഹതാപ തരംഗം കൂടി വർക്ക് ചെയ്യാൻ പറ്റിയ സ്പേസാണ് നീ കളഞ്ഞത്. ഇനിയിപ്പോ വക്കീല് പറഞ്ഞതുപോലെ ഞാൻ അവളെ എല്ലാം പറഞ്ഞ് വീഴ്ത്തിയെന്ന് തന്നെ ഇരിക്കട്ടെ. മരിച്ചുപോയ എൻ്റെ അച്ഛനമ്മമാരുടെ ഫോട്ടോ അവള് ചോദിച്ചാൽ ഞാൻ എന്തെടുത്ത് കാണിക്കും? എനിക്ക് കാണിക്കാൻ അവരുടെ ഒരു ഫോട്ടോ പോലും ഇല്ല. ഓർമ്മയില് ബാക്കിയായ ഒരു മുഖം പോലും ഇല്ല. അതല്ലേ സത്യം. ഞാനൊരു അനാഥനാണെന്നും കുടുംബമോ കുലമോ ജാതിയോ മതമോ ഒന്നും അറിയാത്തൊരുത്തനാണെന്നും പഞ്ചരത്നത്തിലുള്ളവരറിഞ്ഞ അവരെന്നെ വെറുക്കും. ആ പേടി കൊണ്ടാ വക്കീലെ ഞാൻ ഈ കള്ളത്തരം മുഴുവൻ കാണിച്ചത്. അനഘ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നല്ലേ നീ പറഞ്ഞത്? ആ സ്ഥിതിക്ക് എന്തായാലും അവൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. എടാ ഉവേ, കൂടുതൽ മൂപ്പിച്ചാലേ നീ അവളെ വിളിച്ചിറക്കിക്കൊണ്ട് വരണം. വക്കീൽ ഇത് എന്തറിഞ്ഞിട്ടായി പറയുന്നത്? പഞ്ചരത്നത്തിലെ കുട്ടികളെ വക്കീലിനെ അറിയാത്തതുകൊണ്ടാ. അവരഞ്ചുപേരും ഒറ്റക്കെട്ടായി മാത്രമേ ഇന്ന് തീരുമാനം എടുക്കൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ നോക്കിയിട്ട് നിന്റെ മുന്നിൽ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. പറ വക്കീലെ, എന്താണ് ആ മാർഗം? അതൊക്കെ പറഞ്ഞുതരാം. അതിനു മുമ്പ് നീ ഒരെണ്ണം കൂടെ കഴിക്കുക. വേണ്ട, ഇന്നത്തെ കോട്ട കഴിഞ്ഞു. അങ്ങനെയാണെങ്കിലേ ഇന്ന് പറഞ്ഞു തരാനുള്ള ഐഡിയകളുടെ കോട്ടയും കഴിഞ്ഞു. ഓഹോ, വിലപേശുവാണല്ലേ? ആ, ആണെന്ന് കൂടിക്കോ. എടാ, ഇതങ്ങോട്ട് പിടിക്കടാ. അടിക്ക്. ഇനി പറഞ്ഞു തുലയ്ക്കുന്നുണ്ടോ? ഈ പ്രതിസന്ധി മറികടക്കാൻ നിന്റെ മുന്നിൽ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. വഴി എന്താണെന്ന് വെച്ചാ എത്രയും വേഗം നീ ഒരു മമ്മിയെ കണ്ടുപിടിക്കണം. മമ്മിയെ കണ്ടുപിടിക്കാനോ? എന്തിന്? അപ്പൊ പഞ്ചരത്നത്തിൽ കല്യാണാലോചനയ്ക്ക് പോണ്ടേ? ഓ, ഡ്യൂപ്ലിക്കേറ്റ് മമ്മി ഉണ്ടാക്കി നാടകം കളിക്കാനാ? വേറെ എന്ത് ചെയ്യൂടാ, നീ പറ. ഒരു കള്ളം മറയ്ക്കാനായി മറ്റൊരു കള്ളം പറയുന്നതിന് തുല്യല്ലേ വക്കീൽ അത്? അതൊക്കെ വേണോ? വേണം. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനമെന്ന് ഭഗവാൻ കൃഷ്ണൻ പോലും പറഞ്ഞിട്ടുണ്ട്. വേദാന്തം പറയാൻ എളുപ്പാ, പക്ഷെ അത് പ്രാക്ടിക്കലാക്കാനാ ബുദ്ധിമുട്ട്. പ്രാക്ടിക്കലാവുന്ന വേദാന്തം ഞാനിപ്പോ പറഞ്ഞത്. അത് നടപ്പിലാക്കാൻ പറ്റുമെങ്കിൽ നീ നടപ്പിലാക്കൂ. എടാ, എന്റെ ചെറിയ ബുദ്ധിയിൽ ആലോചിച്ചിട്ട് ഇതല്ലാതെ വേറെ ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല. ആനയ്ക്ക് കൺവിൻസ് ചെയ്യാൻ പ്രയാസം വരില്ല. പക്ഷെ അതുപോലെയല്ല അവളുടെ സഹോദരിമാര്. നിങ്ങൾ വക്കീലന്മാരെ തോൽപ്പിക്കുന്ന ബുദ്ധി അവരുടേത്. നമ്മുടെ എല്ലാ കള്ളക്കളികളും പൊളിച്ച് കൈത്തരും. എടാ, പവിത്രം വക്കീലിന് അറിയാവുന്ന കള്ളക്കളികളൊന്നും പഞ്ചരത്നത്തിലെ പെണ്ണുങ്ങൾക്ക് അറിയില്ല. ഞാൻ പറഞ്ഞ പ്ലാന്റെ റിസ്ക് ഫാക്ടർ മുഴുവനും നീ എനിക്ക് വിട്ടാടാ. ഞാൻ ഡീൽ ചെയ്തോളാമേ. വക്കീല് പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി.
വക്കീലിന്റെ പ്ലാന് സൂപ്പറാ, സമ്മതിച്ചു. പക്ഷേ അത് പരാജയപ്പെട്ട എന്താ പ്ലാൻ ബി? അത് പറ. എടാ, ഈ കാര്യത്തിൽ പ്ലാൻ എയും പ്ലാൻ ബി ഒന്നുമില്ല. എല്ലാത്തിനും ഒറ്റ പ്ലാൻ മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ പ്ലാൻ. ഇനി അതല്ല, ഞാൻ പറഞ്ഞതിനേക്കാളും സൂപ്പർ ഐഡിയ വല്ല നിന്റെ മനസ്സിലുണ്ടെങ്കിൽ നീ അതെനിക്ക് പറഞ്ഞതാ. ഇതിച്ചിരി റിസ്ക് അല്ലേ? വേണോ വക്കീലേ? വേറെ എന്തു ചെയ്യും? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.